ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയ കൊലക്കേസ് പ്രതി കൊടും കുറ്റവാളിയെന്ന് പോലീസ്. ഉടുമ്പൻചോലയിൽ പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പാറത്തോട് ശിങ്കാരികണ്ഠം സ്വദേശി ആനന്ദരാജിനെയാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. മറ്റൊരു കൊലപാതക ശ്രമ കേസിൽ അറസ്റ്റിലായ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 10 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. ഈ വർഷം ഫെബ്രുവരിയിൽ അയൽവാസിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച മറ്റൊരു കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ്. ഇതിനോടൊപ്പം തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. 2015 പിതാവായ കറുപ്പയ്യയെ ആനന്ദരാജ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിലിലായ പ്രതിക്ക് തൊടുപുഴ കോടതി പിന്നീട് ജാമ്യം നൽകിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്ന പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു രീതി. 2018 സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷവും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. 2 വർഷം മുമ്പ് പാറത്തോട്ടിൽ വെച്ച് വീടിന് മുകളിൽ നിന്നും ഒരു സ്ത്രീയെ ചവിട്ടി താഴേക്കിട്ട് ഇയാൾ കൊലപ്പെടുത്തുവാനും ശ്രമം നടത്തിയിരുന്നു. ഈ കേസിലും പരാതി ലഭിച്ചതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. 30ഓളം അടിപിടി കേസുകൾ ഇയാളുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരിയിൽ പാറത്തോട്ടിലെത്തിയ പ്രതി അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഉടുമ്പൻചോല പോലീസ് ഈ കേസിലുള്ള അന്വേഷണം മാസങ്ങളായി നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മധുരയ്ക്ക് സമീപം പ്രതിയുണ്ടെന്നറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. മധുര കല്ലുവെട്ടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.